ഹായ് ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ക്യാരറ്റ് പോളയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ബൗൾ ക്യാരറ്റ് ആവാൻ വേണ്ടി ഞാൻ വലിയ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3-4 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ നെയ്യിൽ തന്നെ, സെയിം നെയ്യിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് എടുത്ത് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ക്യാരറ്റിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 മുതൽ 6 ടീസ്പൂൺ വരെ ഷുഗർ ആഡ് ചെയ്ത് അതും ഇതിൻ്റെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഷുഗറൊക്കെ അതിൻ്റെത്തേക്ക് നല്ലപോലെ ചേർന്നിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനിവിടെ ഒരു 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ മുട്ടയായി ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ മുട്ടയിലേക്ക് നമുക്കിനി ഒരു 6 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഈ ഷുഗറൊക്കെ അലിഞ്ഞ് കിട്ടുന്നത് വരെ നല്ലപോലെ സ്പൂൺ കൊണ്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് മിൽക്ക് പൗഡറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. മിൽക്ക് പൗഡറെല്ലാം നല്ലപോലെ അലിഞ്ഞ് കട്ട ഇട്ടാതെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി നേരത്തെ മാറ്റി വെച്ച ഫ്രൈ ചെയ്തെടുത്ത ക്യാരറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നെയ്യൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയൊക്കെ കരിഞ്ഞു പോവും. നമുക്കിനി ഇതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് നമ്മുടെ കാഷ്യൂ അതിൽ വെച്ച് കൊടുക്കണം. അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പോള ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റോളം എനിക്ക് വെക്കേണ്ടി വന്നു വെന്ത് കിട്ടാനായിട്ട്.
പിന്നെ ഇപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഈ റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.